അങ്ങനെ മാർവൽ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ കോമിക്കോളിൻ്റെ ഹോളച്ച് പാനൽ അങ്ങനെ തീർന്നിരിക്കുകയാണ്. അതിൽ മാർവൽ ഒരുപാട് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഗോസ്റ്റ് റൈഡറിൻ്റെ സോളോ മൂവി, അതായത് നമ്മുടെ റയൻ ഗോസ്ലിനെ വെച്ചിട്ട് ഗോസ്റ്റ് റൈഡറിൻ്റെ മൂവി, പിന്നെ ബ്ലാക്ക് പാന്തർ 3 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഭാഗമായിട്ട് ഒരു സെക്കൻഡ് ട്രെയിലർ പോലത്തെ ഒരു ക്ലിപ്പും കൂടി ആ ഒരു കോമിക്കോണിൽ ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണോ സിനിമാക്കോണിൽ ഇവർ ഇതേപോലെ ഒരു ട്രെയിലർ ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത്, അതേപോലത്തെ ഒരു സംഭവമാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. സിനിമാക്കോൺ അത്രയും സെക്യൂർഡ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ അവിടെ അത്രയും പേർക്ക് അങ്ങനെ പെട്ടെന്ന് വീഡിയോയും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ലീക്സ് ഒന്നും അധികമായിട്ട് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ കോമിക്കോണ് ഒരുപാട് പേര് പങ്കെടുക്കുന്നതാണ്. പബ്ലിക്കിൽ ഒരുപാഡ് പേര് വരുന്നതുകൊണ്ട് തന്നെ ഇതിൽ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഷൂട്ട് ചെയ്തു. അതിൻ്റെ ഒരുപാട് ലീക്ഡ് ആയിട്ടുള്ള ട്രെയിലർ ഒട്ടുമിക്ക എല്ലാവരും ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എന്നാലും ബ്ലർഡ് ആയിട്ടൊക്കെ ആയിരിക്കും. നമ്മൾ ഓൾറെഡി അത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇപ്പോൾ പോയി കാണണമെങ്കിൽ പോയി കാണാൻ നോക്കണ്ട, കാരണം അത് മാർവൽ തൂക്കിക്കളഞ്ഞു. സിനിമാക്കോണിൽ ഇവരൊരു ട്രെയിലർ റിലീസ് ചെയ്തിട്ട് അത് 3 മാസം കണ്ട് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമുക്ക് ഒഫീഷ്യലി ആ സെയിം ട്രെയിലർ തന്നെ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കോമിക്കോണിൽ ഇതേപോലെ ഒരു ട്രെയിലർ ഇട്ട് കാണിച്ചിരിക്കുകയാണ്. ഇനി എത്ര മാസം കഴിഞ്ഞിട്ടാണ് ഈ സാമാനം നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റുമെന്ന് ദൈവത്തിനറിയാം. സോ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, ശരിക്കും ആ ട്രെയിലറിൽ എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് കളയാം. ആക്ച്വലി ഈ ഒരു ട്രെയിലറോട് കൂടിയിട്ട് ഒരു കാര്യം ഒരു 100% കൺഫേം ആയിട്ടുണ്ടായിരുന്നു. അതായത് ഡൂംസ്ഡേയുടെ ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതിന് മുമ്പ് ഒരു ക്ലിപ്പ് റിലീസായിട്ടുള്ള കാര്യം, ഐ മീൻ ഹാക്കർ കാരണം ലീക്ക് ആയിട്ടുള്ള കാര്യം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് AI ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ആ ടൈമിൽ തള്ളി കളഞ്ഞായിരുന്നു. പക്ഷേ അത് ഇട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ചാനൽസിനൊക്കെ മാർവലാണെങ്കിൽ സ്ട്രൈക്ക് ചെയ്ത് തൂക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു ഇതിലെന്തോ കാര്യമുണ്ടെന്ന്. ഇപ്പോൾ ഈ സെക്കൻഡ് ട്രെയിലർ കോമിക്കോണിലിട്ട് കാണിച്ചതോടുകൂടി തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലായി ആ സാധനം ഉള്ളതാണെന്ന്. കാരണം അതിൽ കാണിച്ചിരിക്കുന്ന എക്സാക്ട് സെയിം സാധനം തന്നെയാണ് ഈ ട്രെയിലറിലും കാണിച്ചിരിക്കുന്നത്. ആക്ച്വലി ഈ ട്രെയിലറിൻ്റെ തന്നെ AI ഇൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഇതിന് മുമ്പേ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. ആ എക്സാക്ട് സെയിം സാധനങ്ങളൊക്കെ തന്നെയാണ് ഈ ട്രെയിലറിലും കാണിച്ചിരിക്കുന്നത്. പിന്നെ ഈ ട്രെയിലറിൻ്റെ ലീക്കായിട്ടുള്ള സാധനങ്ങളൊന്നും ഞാൻ ഇതിൽ വെക്കില്ല, കാരണം എപ്പോൾ വേണമെങ്കിലും മാർവൽ തൂക്കും. അതുകൊണ്ട് AI വെച്ചിട്ടുള്ള സാധനങ്ങളായിരിക്കും ഞാൻ ഇതിൽ ഇടാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഈ ട്രെയിലർ തുടങ്ങുന്നത് തന്നെ നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ ഒരു ത്രോൺ കാണിച്ചുകൊണ്ടാണ്. ആക്ച്വലി ഇതേപോലെ ഒരു സാധനം ഓൾറെഡി ലീക്കായിട്ട് നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ ത്രോൺ റൂം പോലത്തെ ഒരു സാധനം ഓൾറെഡി ലീക്കായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ എക്സാക്ട് സെയിം സാധനമാണ് നമ്മുടെ ഡോക്ടർ ഡൂമിന് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ പുള്ളിനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരാളുടെ നരേഷൻ പോകുന്നുണ്ട്, അതായത് ഒരു വോയിസ് നമ്മുടെ സൂസൻ സ്റ്റോമിൻ്റെ. അങ്ങനെ നമ്മുടെ സൂസൻ സ്റ്റോം നമ്മുടെ ബാക്കിയുള്ള അവഞ്ചേഴ്സിൻ്റെ അടുത്തും എക്സ്മെൻസിൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും സംസാരിക്കുന്ന പോലെ ഒരു രീതിക്കാണ് ആ ട്രെയിലറിൽ ആ സംഭവം പറയുന്നത് തന്നെ. അങ്ങനെ പുള്ളിക്കാരത്തി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിക്ടർ നമ്മളിൽ വെച്ചിട്ട് വലിയൊരു സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള ആൾ തന്നെയാണ്, പക്ഷേ എനിക്കറിയാവുന്ന വിക്ടർ ഡിഫറൻ്റ് ആയിരുന്നു. ഈ ഒരു സംഭവത്തോടു കൂടി തന്നെ നമുക്ക് ഒരു കാര്യം കൺഫേം ആയി, അത് നമ്മുടെ ഡോക്ടർ ഡൂം വന്നത് ഈ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ യൂണിവേഴ്സിൽ തന്നെയാണ്. കാരണം അവർക്ക് ഓൾറെഡി നമ്മുടെ വിക്ടർ വോൺ ഡൂമിനെ അറിയാം. അതുകൊണ്ടായിരിക്കണം പുള്ളിക്കാരത്ത് ഇങ്ങനെ ഒരു ഡയലോഗ് അവിടെ പറയുന്നത്. മാത്രമല്ല ആ ഫാന്റാസ്റ്റിക് ഫോറിൽ തന്നെ ആ അസംബ്ലിയിൽ ഒരു സംഭവം കാണിക്കുമ്പോൾ ലാറ്റ്വേരിയയുടെ ഒരു ചെയർ അവിടെ ഒഴിഞ്ഞെടുക്കുന്ന പോലും കണ്ടിട്ടുണ്ടാവും. സോ ലാറ്റ്വേരിയ എന്ന് പറയുന്ന ഒരു സംഭവം ഓൾറെഡി അവിടെ ഉണ്ട്. ഡോക്ടർ ഡോമും ആ യൂണിവേഴ്സിലുള്ള ആളാണ്. അവരെ നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിനെ അറിയുകയും ചെയ്യാം. അതിനുശേഷം വീണ്ടും നമ്മൾ സൂസൻ സ്റ്റോമിൻ്റെ ആ നരേഷൻ പോവാണ്. അതായത് എനിക്കറിയാവുന്ന വിക്ടർ നല്ലവനായിരുന്നു, അവൻ ഡിഫറൻ്റ് ആയിരുന്നു, മാത്രമല്ല അവൻ നന്മയുള്ളവനായിരുന്നു. അങ്ങനെ ഇത് നമ്മുടെ സൂസൻ സ്റ്റോം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മഗ്നീറ്റോനെയും ചാൾസ് ക്സേവിയറിനെയൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് ഇതിന് മുമ്പ് ഒരു ഇമേജ് ലീക്ക് ആയിട്ടുണ്ടായിരുന്നു, അത് AI വെച്ചിട്ട് എൻഹാൻസ്ഡ് ആയിട്ടുള്ള സാധനമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതായത് നമ്മുടെ മഗ്നീറ്റോ ഒരു കെട്ടക്കെട്ടിട്ട് അവിടെ ഇരിക്കുന്ന പോലെ ആ ഒരു സെയിം സാധനമാണ് ആ ട്രെയിലറിലും കാണിച്ചിരിക്കുന്നത്. സോ അവരുടെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഗാംബിറ്റ് തോറിൻ്റെ ഹാമറും കാണാൻ വേണ്ടി പറ്റും. ഒരു പക്ഷേ നമ്മുടെ അവഞ്ചേഴ്സ് വേഴ്സസ് എക്സ്മെൻ എന്നുള്ള ഈ ഫൈറ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കണം ഈ ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുന്നത്. അതായത് നമ്മുടെ ഡോക്ടർ ഡൂമാണ് വില്ലൻ എന്ന് അറിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മുടെ ഈ അവഞ്ചേഴ്സും എക്സ്മെനും നമ്മൾ ഈ ചർച്ചയൊക്കെ നടക്കുന്നത്. അതിനുശേഷം നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് തല പൊക്കിയിട്ട് തല താത്തുകയാണ്. അതായത് പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ ഒരു സംഭവത്തിൽ പുള്ളി അങ്ങനെ താത്തുന്ന പോലെ. കാരണം പുള്ളിയുടെ ഉള്ളിൽ ഒരു ഗിൽട്ടുണ്ട്. കാരണം ഇതൊക്കെ നടക്കാൻ വേണ്ടി കാരണം ഡൂമിനെ ഈ നിലമേൽ എത്തിക്കാൻ വേണ്ടിയൊക്കെ കാരണം പുള്ളിയാണെന്നുള്ളൊരു ഗിൽട്ട്. അതിനുശേഷം നമ്മുടെ ഡൂമിനെയാണ് കാണിക്കുന്നത്. പുള്ളിനേക്കാളും വലിയതായിട്ടുള്ള എന്തോ ഒരു ഇമേജിൻ്റെ മുമ്പിൽ പോലുള്ളൊരു സാധനത്തിൽ നിൽക്കുകയാണ്. എക്സാക്ട് ഇതേ സാധനമായിരിക്കും അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഒറിജിനൽ ട്രെയിലർ നമുക്ക് യൂട്യൂബിൽ റിലീസ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഡൂമിൻ്റെ ഒരു പോസ്റ്ററും കൂടി റിലീസ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഡൂം നിൽക്കുന്ന പോലെയും പുള്ളിയുടെ മുമ്പിൽ വലിയൊരു പെയിൻറ്റിങ് നിൽക്കുന്ന പോലെയും അതിലൊരു അമ്മി മോനും പോലത്തെ ഒരു സാധനം നിൽക്കുന്നതും പിന്നെ അതിൻ്റെ താഴെ ഒരു ക്രാക്ഡ് ആയിട്ടുള്ളൊരു വേൾഡ് നിൽക്കുന്ന പോലെയും. അങ്ങനെ ആ സെയിം സാധനമാണ് ആ ഒരു ട്രെയിലറിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ അത് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വീണ്ടും നമ്മുടെ സൂസൻ അമ്മച്ചിയുടെ വോയിസ് ആണ്. അതായത് വിക്ടർ സ്നേഹിച്ചിട്ടുണ്ടായിരുന്ന എല്ലാം അവനിൽ നിന്ന് എടുക്കപ്പെട്ടു. അപ്പോൾ തന്നെ നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ ഒരു ക്ലോസ് ലുക്കും കാണിക്കുന്നുണ്ട്. അതായത് പുള്ളിയുടെ മാസ്കിൻ്റെ ഉള്ളിലുള്ള പുള്ളിയുടെ കണ്ണ്. അതേസമയം അതിനുശേഷം വീണ്ടും നമ്മുടെ ഡൂം ആ ഒരു മിറർ പോലത്തെ ആ ഒരു ഇമേജിന് മുമ്പിൽ നിൽക്കുന്നതാണ് കാണിക്കുന്നത് പിന്നെയും. അങ്ങനെ ആ മിററിൽ ഓൾറെഡി ഒരു കൊച്ചും ഒരു അമ്മച്ചി നിൽക്കുന്ന പോലെ തന്നെ കാണാൻ വേണ്ടി പറ്റും. ഊഹം ശരിയാണെങ്കിൽ അത് മിക്കവാറും നമ്മുടെ ഡൂമിൻ്റെ ഭാര്യയും മകനും ആയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂസൻ സ്റ്റോം ഓൾറെഡി പറയുന്നുണ്ട്, അതായത് അവ സ്നേഹിച്ചിരുന്ന എല്ലാം അവനിൽ നിന്ന് എടുക്കപ്പെട്ടു എന്ന്. മിക്കവാറും നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ ഫാമിലി ആയിരിക്കും, അതായിരിക്കും സിംബോളിക്കായിട്ട് അവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഡോക്ടർ ഡൂം ഇതിനൊക്കെ കാരണമായിട്ട് ബ്ലെയിം ചെയ്യുന്നത് നമ്മുടെ സ്റ്റീവ് റോജേഴ്സിനാണ്. അത് നിങ്ങൾക്ക് ഓൾറെഡി ഇതിൻ്റെ പ്ലോട്ടിലേക്കൊക്കെ കേട്ടുള്ള ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും. ഇനി ഞാൻ വീണ്ടും അത് പറയാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല.
അതിനുശേഷം വീണ്ടും സൂസൻ അമ്മച്ചിയുടെ വോയിസ്, അതായത് അവൻ തകർന്നിരിക്കുക, അവൻ്റെ മൈൻഡ് അവൻ്റെ കൺട്രോളില്ലാന്ന് എനിക്കറിയായിരുന്നു, പക്ഷേ അവൻ ഇത്രയ്ക്ക് അങ്ങ് തകർന്നിരിക്കുകയാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പുള്ളിക്കാരത്തി പറയുകയാണ്. സോ ഈ ഒരു ഡയലോഗിൽ തന്നെ ഒരു കാര്യം ക്ലിയർ ആയിട്ട് കൺഫേം ആയിരിക്കുകയാണ്. അതായത് ഫസ്റ്റായിട്ട് നമ്മുടെ ഡോക്ടർ ഡൂമി ഈ അവഞ്ചേഴ്സിനെ എക്സ്മെൻസിനെയൊക്കെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് പോലെ ആയിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. കാരണം ഓൾറെഡി നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിനും സൂസൻ സ്റ്റോമിന് പ്രത്യേകിച്ചും ഈ ഡോക്ടർ ഡൂമിനെ നന്നായിട്ട് അറിയാം. അതായത് പുള്ളിക്കാരത്തിൻ്റെ ഒരു ഫ്രണ്ടിനെ പോലെയാണ് പുള്ളിക്കാരത്തി ഇവിടെ സംസാരിക്കുന്നത് തന്നെ. സോ അത് ഇവർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടായിരിക്കും അവർ ഇത്രയും ട്രസ്റ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നതും. അതിന് ശേഷമായിരിക്കും നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ ആ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. മിക്കവാറും ഡോക്ടർ ഡൂമിൻ്റെ ആ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് ആ അവഞ്ചേഴ്സ് വേഴ്സസ് എക്സ്മെൻ എന്നുള്ള ആ ഫൈറ്റിൻ്റെ ഇടയ്ക്കായിരിക്കും. അതിനുശേഷമായിരിക്കും ഡോക്ടർ ഡൂമാണ് മെയിൻ വില്ലൻ എന്ന് ഇവർക്ക് മനസ്സിലാവുന്നത് തന്നെ. സോ ഇപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ട് നമ്മുടെ സൂസൻ സ്റ്റോം, അതായത് ഡോക്ടർ ഡൂം ഓൾറെഡി ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ആ ഒരു ക്യാമിയോ കൊടുത്തെന്ന്. പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട്, അതായത് ആ മാസ്കും നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ ഇപ്പോൾ ഉള്ള മാസ്കും വെച്ചിട്ട് ഒരു ബന്ധമില്ല. മാത്രമല്ല ഇപ്പോൾ ഓൾറെഡി ലാറ്റ്വീരിയൻ വിച്ചസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സംഭവം കോമിക്കോണിൽ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിലുള്ള ആ ലാറ്റ്വീരിയൻ വിച്ചസിൻ്റെ മാസ്കും പിന്നെ ഈ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ കണ്ടിട്ടുള്ള ആ മാസ്കും സെയിം ആണ്. സോ ആ ലാറ്റ്വീരിയൻ വിച്ചസിലുള്ള ഏതെങ്കിലും ഒരു വിച്ചായിരിക്കും നമ്മുടെ ആ സൂസൻ സ്റ്റോമിൻ്റെ മുമ്പിൽ അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തിയറീസ് ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട്. മിക്കവാറും അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല, അത് ഡോക്ടർ ഡൂം ആവാൻ തന്നെയാണ് ചാൻസ്. അതിനുശേഷം അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് നമ്മുടെ ഷാങ്ചി, പിന്നെ നമ്മുടെ ജോൺ വാക്കർ, പിന്നെ റെഡ് ഗാർഡിയൻ ഉണ്ട്. പുള്ളിക്കാരൻ്റെ ബാക്കിൽ ആരോ ഉണ്ട്, അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല, കാരണം ബ്ലറായിരുന്നു. അതേസമയം നമ്മുടെ തോറാണെങ്കിൽ ഒരു താഴോട്ട് നോക്കിയിരിക്കുകയാണ്, താഴേക്ക് കൈയും കൊടുത്തിട്ട്. അതായത് പുള്ളിയുടെ മനസ്സിൽ പുള്ളിനെ ഡിഫീറ്റ് ചെയ്തല്ലോ എന്നുള്ളൊരു തോട്ടിലാണ് പുള്ളി ഇരിക്കുന്നത്. അതായത് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ആ ട്രെയിലറിൽ തന്നെ നമ്മുടെ തോറ് പാഞ്ഞു വന്നിട്ട് ഡൂം രണ്ട് കയ്യിൽ തടയുന്നത്. സോ ആ ഒരു സംഭവത്തിന് ശേഷമായിരിക്കാം ഈ സീക്വൻസ് നടക്കുന്നത്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് ട്രെയിലറുമായിട്ട് ഇതിന് ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ഫസ്റ്റ് ട്രെയിലറിൽ നടത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ശേഷമാണ് മിക്കവാറും ഈ ട്രെയിലറിൽ കാണിച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ. മിക്കവാറും പടത്തിൻ്റെ സെക്കൻഡ് ഹാഫിലുള്ള കാര്യങ്ങളായിരിക്കും ഈ ട്രെയിലറിൽ കാണിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, തോറ് ചത്തിട്ടില്ല. കാരണം ആ രണ്ട് വിരലിൽ നമ്മുടെ ഡോക്ടർ ഡൂം ആ സ്ട്രോംബർക്കർ തടഞ്ഞെങ്കിലും പുള്ളി ഡിഫീറ്റ് ആയി, ഓക്കെ സമ്മതിച്ചു. പക്ഷേ നമ്മുടെ തോറ് ചത്തിട്ടില്ല, പുള്ളി തിരിച്ചു വരുവാടാ. മഞ്ഞ ലൈറ്റിങ്ങോ പച്ച ലൈറ്റിങ്ങോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പുള്ളി തിരിച്ചു വരും, കണ്ടോ. അതിനുശേഷം പിന്നെ അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത്, അതായത് ഒരു ഇൻറ്റൻസ് ആയിട്ട് ഒരു ബീജമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ ഒരു ലുക്കും കാണിച്ചുകൊണ്ട് നമ്മുടെ മിസ്റ്റർ ഫാന്റാസ്റ്റിക് ആണെങ്കിൽ ദേഷ്യത്തോടെ ഒരു കോളറിന് കുത്തിപ്പിടിക്കുന്ന പോലെ നമ്മുടെ ഡൂമിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, വിക്ടർ നീയാണോടാ ഇത് ചെയ്തതെന്ന്. അങ്ങനെ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് വേറെ കുറച്ച് സീക്വൻസസ് ഒക്കെ വന്നിട്ട് പോകുന്നുണ്ട്. അതായത് നമ്മുടെ സ്കോട്ട്ലാൻഡ് പുള്ളിക്കാരൻ്റെ മോളെ ഓടി നിൽക്കുന്നതും, പിന്നെ നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് ഏതോ ഒരു പെണ്ണുമ്പിള്ളയുടെ കൂടെ നിൽക്കുന്നവരുണ്ട്. മിക്കവാറും നമ്മുടെ പെഗ്ഗി ആവാനാണ് ചാൻസ്. അതിനുശേഷം നമ്മുടെ പ്രൊഫസർ എക്സ് ആ ജനലിൽ കൂടെ നോക്കുന്ന ആ സെയിം സംഭവം തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മാഗ്നീറ്റോ പുള്ളിയുടെ ഫുൾ സ്യൂട്ടിൽ ആ മാസ്കൊക്കെ ആയിട്ട് ആകാശത്തോട്ട് നോക്കുകയാണ്, പേടിച്ച് ഞെട്ടിയിട്ട്. അതിനുശേഷം വീണ്ടും നമ്മുടെ ഡൂമിൻ്റെ ഒരു വോയിസ് ഓവർ, നിങ്ങളൊക്കെ ജീവിക്കുന്നത് നിങ്ങളുടെ ജീവിതമല്ല. അങ്ങനെ ഈ ഡയലോഗ് കഴിഞ്ഞിട്ട് അടുത്ത ഷോട്ടിൽ പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് പുള്ളിയുടെ കൊച്ചിനെയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതായത് നമ്മളെ ഫസ്റ്റ് ക്യാരക്ടർ ഇൻട്രഡക്ഷൻ ആയിട്ട് നമ്മുടെ സ്റ്റീവ് റോജേഴ്സിനെ കാണിച്ചപ്പോൾ ഒരു കൊച്ചിനെ കാണിച്ചില്ലേ, പുള്ളിയുടെ കൊച്ച്, ആ ഒരു സീക്വൻസ്. അതിനുശേഷം വീണ്ടും നമ്മുടെ തോറിനെ കാണിച്ചപ്പോഴുള്ള ആ ഒരു സെയിം സാധനം തന്നെ. അതായത് നമ്മുടെ തോറ് പുള്ളിയുടെ മകൾ ലവ്വായിട്ട് കൂടെ ഉള്ളത്. അതിനിടയ്ക്ക് നമ്മുടെ ലോക്കിനെയും കാണിക്കുന്നുണ്ട്. സോ ഇതൊക്കെ ലീഡ് ചെയ്യുന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റീവ് റോജേഴ്സിലേക്ക് തന്നെയാണ്. കാരണം ആ കുരുട്ടുകാരാണ് ഇപ്പോൾ എല്ലാം നടന്നിരിക്കുന്നത്. നമ്മുടെ ഡോക്ടർ ഡൂം ഇങ്ങനെ നിസ്സഹായ അവസ്ഥയിലായിട്ട് മൊത്തം എല്ലാവരും കൊല്ലാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സൈക്ലോപ്സിനാണ്. അതായത് പുള്ളി ആദ്യം താഴോട്ട് നോക്കിയിട്ട് പിന്നെ മുകളിലോട്ട് നോക്കുകയാണ്. അതായത് മുട്ടുകുത്തിയിട്ടാണ് പുള്ളി നിൽക്കുന്നത്. പുള്ളിയുടെ ചുറ്റും തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല സെൻറ്റിനൽസ് അവിടെ നിന്ന് ബാക്കിൽ നിന്ന് നടന്നു വരുന്നുണ്ട്. ഈ സീക്വൻസ് എന്താണെന്ന് ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാം. അങ്ങനെ അതിനുശേഷം വീണ്ടും നമ്മുടെ ഡോക്ടർ ഡൂം പറയാണ്, അതായത് നിങ്ങളൊന്നും നിങ്ങളുടെ ജീവിതമല്ല ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ അതൊക്കെ തിരിച്ചു കൊടുക്കേണ്ട സമയമായിരിക്കുകയാണെന്ന്. അതിനുശേഷം അടുത്ത ഷോട്ടിൽ നമ്മുടെ ഡോക്ടർ റൂം ജെറ്റ് പോലെ പറന്നിട്ട് സൂപ്പർ ലാൻഡിങ് ചെയ്യുകയാണ് അവിടെ. അതിനുശേഷം വീണ്ടും നമ്മുടെ റീഡ് റിച്ചർഡ്സിനാണ് കാണിക്കുന്നത്. പുള്ളി വീണ്ടും നമ്മുടെ കോളറിന് പിടിച്ചിട്ട് ഡൂമിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ ആണോടാ ഇത് ചെയ്തതെന്ന്. അപ്പം തന്നെയാണ് അവിടെ നമ്മുടെ തോറ് വന്നിറങ്ങുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് ട്രെയിലർ കണ്ടില്ലേ, അതേപോലെ സംഭവം, ആ സംഭവം തന്നെ ആയിരിക്കണം ഇത് മിക്കവാറും. അങ്ങനെ നമ്മുടെ തോറ് പുള്ളിയുടെ സ്ട്രോം ബ്രേക്കർ ലൈറ്റപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് ഡൂമിൻ്റെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. പക്ഷേ അത് വേറെ ആംഗിളിലായിരിക്കും അതിൽ കൺസിഡർ ഉണ്ടാവുക സെക്കൻഡ് ട്രെയിലറിൽ. അങ്ങനെ അത് നമ്മൾ ഫസ്റ്റ് ട്രെയിലർ കണ്ടതുപോലെ തന്നെ പുള്ളി രണ്ട് വിരലങ്ങ് തടഞ്ഞു നിർത്തുകയാണ്. അങ്ങനെ തോറ് ആ ഡൂമിൻ്റെ ആ നേർക്ക് ആ സ്ട്രോം ബ്രേക്കർ വീണ്ടും മുന്നോട്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഡൂം വലിയൊരു ഇതൊന്നും വെക്കാത്ത പോലെ ജസ്റ്റ് രണ്ട് കൈ കൊണ്ട് തന്നെ ഫ്ലിക്ക് ചെയ്യും. അതായത് തെറിപ്പിച്ച് കളയും. തോറാണെങ്കിൽ പറന്നു പോകും. ഇനിയാണ് നമ്മൾ ഇതിന് മുമ്പ് ലീക്കായിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുള്ള ആ വീഡിയോയുടെ പ്രസക്തി വരുന്നത്. കാരണം ഈ ട്രെയിലറിൻ്റെ ആ അവസാനത്തിൽ വരാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ആ ലീക്കായിട്ടുള്ള ആ സംഭവത്തിൽ കണ്ട പോലെ തന്നെ ആ താഴെയുള്ള ഗ്രൗണ്ടിൽ നമ്മുടെ ഡോക്ടർ ഡൂം കൈവച്ചിട്ട് ആ സെൻറ്റിനൽസിനെയൊക്കെ അവേക്കൺ ചെയ്യാണ്. അപ്പം തന്നെ നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ ഒരു ഡയലോഗും, നരകം ഞാനാടാ, ഞാനാണ് ഡോക്ടർ ഡൂം.
ഇവിടും കാണിച്ചുകൊണ്ട് ഈ ട്രെയിലർ ഇവിടെ ഉണ്ടാവും. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നമ്മുടെ സെൻറ്റിനൽസിൻ്റെ ഒക്കെ ബാക്കിൽ ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സൈക്ലോപ്സ് അവിടെ മുട്ടുകുത്തി കാണുന്നത്. മിക്കവാറും അത് നമ്മുടെ ഈ ഡോക്ടർ ഡൂം ഈ സെൻറ്റിനൽസിനൊക്കെ അവേക്കൺ ചെയ്തതിന് ശേഷമുള്ള ഒരു സീനായിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ്. സോ എന്തുകൊണ്ട് ഇവർക്ക് ഈ ഒരു ട്രെയിലർ ഫസ്റ്റ് ട്രെയിലറായിട്ട് തന്നൂടായിരുന്നു? കാരണം മിക്കവാറും ചിലപ്പോൾ ഈ ഒരു ട്രെയിലറിൽ തന്നെ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ റിവീലിംഗ് ആണ്. അതായത് നമ്മുടെ ഡോക്ടർ ഡൂം ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ യൂണിവേഴ്സിൽ നിന്നാണ് വരുന്നതെന്നുള്ള കാര്യവും ഫാന്റാസ്റ്റിക് ഫോറും ഡോക്ടർ ഡൂം ഒക്കെ ഫ്രണ്ട്സ് ആണെന്നുള്ള കാര്യമൊക്കെ ഈ ഒരു ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നമുക്ക് റിവീൽ ആവും. ചിലപ്പോൾ ആ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് റിവീൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനത്തെ ഒരു ട്രെയിലർ ഫസ്റ്റ് ട്രെയിലറായിട്ട് തന്നിട്ടുള്ളത്. കോമിക്കോണിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ റീഡ് റിച്ചർഡ്സിനും ഡോക്ടർ ഡൂമിനും തമ്മിൽ ഒരു വലിയ ഫ്ലാഷ് ബാക്ക് ഉണ്ടെന്ന്. കാരണം ആ ഫ്ലാഷ് ബാക്ക് എന്താണെന്ന് ഈ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. അതായത് ഈ ഫാന്റാസ്റ്റിക് ഫോറും നമ്മുടെ ഡോക്ടർ ഡൂമും തമ്മിൽ നല്ലൊരു റിലേഷൻ ഉണ്ട്. അതുകൊണ്ടായിരിക്കും ആരും അത്ര ധൈര്യത്തിൽ നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ കുത്തിന് കയറിയിട്ട് റീഡ് റിച്ചർഡ്സ് പിടിക്കുന്നുണ്ട്. കാരണം അതുവരെ നല്ലവനാണെന്ന് വിചാരിച്ചിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഡോക്ടർ ഡൂം ചിലപ്പോൾ കൂടെ നിന്നിട്ടുണ്ടാവുക. പെട്ടെന്നായിരിക്കും പുള്ളി കാല് മാറിയിട്ടുണ്ടാവുക. സോ ആ ഒരു സംഭവം ഒന്നും സഹിക്കാൻ പറ്റാതിരിക്കും ചിലപ്പോൾ നമ്മുടെ റീഡ് റിച്ചർഡ്സ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കാര്യം കൊണ്ട് ഒരു കാര്യം മനസ്സിലായി, അതായത് ആ കോൺസെപ്റ്റ് ആർട്ടിൽ നമ്മുടെ തോറിൻ്റെ ആ ലൈറ്റ്നിങ് മഞ്ഞ കളറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ചുമ്മാതെ അങ്ങനെ കൊടുത്തതല്ലാന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. കാരണം തോറിന് എന്തോ ഒരു പവർ അപ്ഗ്രേഡിങ് കൊടുക്കാൻ പോകുന്ന ഒരു ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ തോറിനെ കാണിക്കുന്ന ആ ക്യാരക്ടർ ട്രെയിലറിൽ നമ്മുടെ തോറ് ഓടിൻ്റെ അടുത്ത് പവർ തരാൻ വേണ്ടിയിട്ട് കെഞ്ചുന്ന പോലെ കാണിച്ചിട്ടുണ്ടാവും. മിക്കവാറും അതൊക്കെ ഒരു പക്ഷേ ഈ നമ്മുടെ ഡോക്ടർ ഡൂമായിട്ടുള്ള ഈ ഒരു ഫൈറ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കണം. അതായത് ഡോക്ടർ ഡൂമിനെ പുള്ളിക്ക് അങ്ങനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അത് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം നമ്മുടെ തോറ് ഓടിൻ്റെ അടുത്ത് കെഞ്ചുന്നതും ചിലപ്പോൾ പുള്ളിക്ക് ഒരു എക്സ്ട്രാ പവർ കിട്ടുന്നതും. അങ്ങനെയായിരിക്കും ഒരു പക്ഷേ പടത്തിൻ്റെ എൻഡോട് കൂടിയിട്ട് തോറിന് പവേഴ്സ് എൻഹാൻസ്ഡ് ആയിട്ട് ചിലപ്പോൾ പുള്ളിയുടെ ലൈറ്റിനിങ് യെല്ലോ കളേഴ്സായിട്ട് മാറുമോ, അല്ലെങ്കിൽ ചിലപ്പോൾ യെല്ലോ കളേഴ്സായിട്ട് മാറുമോ, അല്ലെങ്കിൽ റൂൺ കിങ് തോറാവുന്ന ചാൻസ് ഇല്ല. പക്ഷേ എന്തായാലും പുള്ളിക്ക് എന്തെങ്കിലും ഒരു പവർ അപ്ഗ്രേഡ് കിട്ടും. അതെന്തായാലും നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യമാണ്. കാരണം ഇതിന് മുമ്പുള്ള ഇൻഫിനിറ്റി വാറിലും തോർ റാഗ്നറോക്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആദ്യം അടി കിട്ടിപ്പോയാലും വീണ്ടും നമ്മുടെ തോർ തിരിച്ചുവരവുണ്ട്. അതാണ് ഇതിലും സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഡൂമിൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടിപ്പോവും, വീണ്ടും പുള്ളിയുടെ ഒരു തിരിച്ചുവരവുണ്ട്. അതായത് 2 തോർ വേഴ്സസ് ഡൂം എന്നുള്ളൊരു ഫൈറ്റ് മിക്കവാറും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ആ രണ്ടാമത്തെ ഫൈറ്റ് നടന്നിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. കാരണം എന്തായാലും നമ്മുടെ ഡോക്ടർ ഡൂം ജയിക്കാൻ പോകുന്നുള്ള കാര്യം നമുക്ക് എന്തായാലും അറിയാവുന്ന കാര്യമാണ്. കാരണം സീക്രട്ട് വാർസ് എന്തായാലും നടക്കണമെങ്കിൽ ഈ ബാറ്റിൽ വേൾഡ് എന്തായാലും ക്രിയേറ്റ് ആവണം. സോ തോർ എന്തൊക്കെ ചെയ്താലും എന്തായാലും അവർ തോക്കും. എന്തായാലും ഈ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി, തോർ ചാവില്ലല്ലോ, അതിന് വലിയ ആശ്വാസം. അപ്പോൾ ഈ ഒരു ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റായിട്ട് ഇറക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.